പിരിഞ്ഞാൽ പിന്നെ നിർജീവമാം നിന്നെ കുളിപ്പിച്ചിടും മെല്ലെ കഫനി ചെയ്യും നാളുകൾ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ കാര്യം പറയുകയാണെങ്കിൽ അവന്റെ ജീവിത കാലയളവിൽ എത്രത്തോളം നന്മകൾ വാരിക്കൂട്ടാൻ കഴിയുമോ അത്രത്തോളം അവന്റെ പാരത്രിക ലോകം നന്നാവും എന്നുള്ളതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, ഖൈറുക്കും മൻ ത്വാല ഉമറു വഹസന അമലു. നിങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ആളുകൾ, ഉന്നതർ, അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾ വെച്ച് ഏറ്റവും ഉന്നതരായ ആളുകൾ, ഖൈറുക്കും നിങ്ങൾ വെച്ച് ഏറ്റവും നല്ല ആളുകൾ ത്വാല ഉമറു, അവന് ആയുസ് നീളം കിട്ടിയവനാണ്, ഒരുപാട് കാലം ജീവിക്കാൻ തൗഫീഖ് കിട്ടിയ ആളാണ്. എന്നിട്ട് പറഞ്ഞു വഹസന അമലു, അങ്ങനെ ഒരുപാട് കാലം ജീവിക്കാൻ, ഒരുപാട് വർഷം ജീവിക്കാൻ തൗഫീഖ് കിട്ടിയ ആള് എന്നതിന്റെ കൂടെ നിമിതങ്ങൾ ചേർത്തി പറഞ്ഞു വഹസന അമലു, അവന്റെ ആയുസിന്റെ കാലയളവ് മുഴുവനും അവൻ നന്മ പ്രവർത്തിച്ച ആളുമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പം കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ആയുസ് കുറെ കാലം കിട്ടൽ, കുറെ കാലം ജീവിക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് ആ കിട്ടുന്ന കാലയളവിൽ മുഴുവനും നന്മകളെ ചേർത്ത് പിടിക്കാൻ ഒരു മനുഷ്യന് എത്രത്തോളം കഴിയുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥമായ കാര്യം.